ഹലോ ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മളിനി തിരിച്ച് നാട്ടിലോട്ട് പോവാണ് ഗായ്സ്. എന്നിട്ട് പെട്ടി പ്രമാണം എല്ലാം എടുത്തിട്ടുണ്ട്. അവരകത്ത് നിൽക്കുകയാണ് ഗായ്സ്. അതിങ്ങോട്ട് വെട്ടമില്ല, ഇങ്ങോട്ട് വയ്ക്കും. അപ്പോൾ നമ്മളിനിയും എയർപോർട്ടിൽ ടാക്സിക്കാണ് പോകുന്നത്. ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗായ്സ്. അകത്ത് എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. അവരകത്ത് നിൽക്കുക, നമ്മൾ പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ ഗായ്സ് ഇനി ടാക്സിയെ കയറിയിട്ട് കാണാം. എന്താ പറയാൻ വന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല. ഇതായിരുന്നു ഗായ്സ് നമ്മുടെ ഹോട്ടൽ. ഏറ്റവും മണ്ടക്കത്തെ നിലയാണ് ഗായ്സ് നമ്മുടെ. ഏറ്റവും മണ്ടക്കെന്ന് വെച്ചാൽ ഏറ്റവും മണ്ടക്കത്തെ താഴെ, അതായത് 6ാമത്തെ നിലയായിരുന്നു ഗായ്സ് നമ്മുടെ. അപ്പോൾ ഗായ്സ് റൂമിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വഴിയെ വരുന്നതായിരിക്കും ഗായ്സ്. അടിപൊളി റൂമായിരുന്നു ഗായ്സ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഉടനെ നമ്മൾ റൂമിൻ്റെ വീഡിയോ ഇടുകയാണ് ഗായ്സ്. റൂമിൻ്റെ വീഡിയോയ്ക്ക് ഒറ്റ പ്രശ്നമുള്ളായിരുന്നു. ആദ്യത്തെ റൂം നമ്മൾ എടുത്തു, അതിനകത്ത് താമസിച്ച് ഇന്നലെ ആയിരുന്നു തോന്നുന്നു. ഇന്നലെ നമുക്ക് റൂം എക്സ്ചേഞ്ച് ചെയ്യേണ്ട വന്നു. 607 നമ്മൾ 601ാമത്തെ നമ്പറിലോട്ട്. പക്ഷെ 2 റൂം പൊളിയായിരുന്നു. 2 റൂം പൊളിയായി. 2 റൂമിൻ്റെ വീഡിയോ ഉണ്ട്, 2 റൂമിൻ്റെ ഇടുന്നതായിരിക്കും. പിന്നെ റൂമിൻ്റെ നിങ്ങൾ കണ്ടുവാ ഗായ്സ്. ഇവിടെ എല്ലാവരുടെ വെയിറ്റിംഗ് ആണ് ഗായ്സ്. ബിൽഡിങ്ങിന് പുറകെ തിരിച്ച് വീട്ടിൽ കണ്ട് നമ്മളെല്ലാം ചാർജൊക്കെ കൊടുത്തു. ഇവരെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് ഗായ്സ്. ഞങ്ങളാണ് ഏറ്റവും ബാക്കി. പിന്നെ കൂടെ പെട്ടികളുണ്ട്. ഞങ്ങളാണ് ഏറ്റവും ബാക്കി. പിന്നെ ഫ്രണ്ട് ഇവർ 3 ജോജും ഡ്രൈവറും. നമ്മളൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ എയർപോർട്ടിൽ എത്തിക്കഴിയുമ്പോൾ കാണാം. നമ്മൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. എൻ്റെ വെയിലാണ് ഭയങ്കര. എൻ്റെ ചേച്ചി ഉരുട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഒത്തിരിയുണ്ട്, പപ്പായം കൊണ്ടുവന്നുണ്ട്. നമ്മളിങ്ങനെ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും പിടിക്കും. അപ്പോൾ ഞങ്ങളിത് ഉരുട്ടി അങ്ങ് കൊണ്ടുപോവുകയാണ്. ജോജികളും സഞ്ജുവും നമ്മളെ യാത്ര അയക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. അവരിതോ അങ്ങ് നിൽക്കുന്നവരാണ് ഗായ്സ്. അവരവിടെ നിൽപ്പുണ്ട്. നമ്മളിപ്പോൾ ബായിയൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ച് നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആരോടും എന്തോ ഡൗട്ട് ചോദിക്കുകയാണ്. ഇരിക്കുകയാണ് ഗായ്സ്. ഇവിടുന്ന് വലിയ ഫ്ലൈറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റില്ല, ഇത്ര അടുത്ത് ചെയ്യുന്നു. അവിടെ നമ്മളിപ്പോൾ കാണിക്കുന്നേ ഉള്ളൂ. നമ്മളിനി കയറാൻ പോവുകയാണ്. ഫ്ലൈറ്റിലില്ല, അങ്ങോട്ട് നീങ്ങി ഇരിക്കാനൊക്കെ വിചാരിച്ചു. അങ്ങോട്ട് പോവുകയാണ്. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അബിയാടെയും ജിബിയാടെ തലമുറ അയച്ചുകൊണ്ട് അവർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിനി മേലോട്ട് കയറാൻ പോവാണ്. നമ്മൾ 2:45 കൊണ്ട് കയ്യിൽ സാൻഡ്വിച്ച് ഷവർമ്മ എടുത്തിട്ടുണ്ട് ഗൈസ് കഴിക്കാൻ. അപ്പോൾ ഇനി അത് മേളിൽ പോയി കഴിക്കണം ഗൈസ്. ഇനി മേളിൽ ചെന്നിട്ട് കാണാം. അപ്പം നമ്മൾ ഷവർമ്മ അല്ലല്ലോ ഒന്ന് സാൻഡ്വിച്ച് കഴിക്കാൻ പോയാണ്. എല്ലാവർക്കും ഓരോന്ന് കൊടുക്കട്ടെ ഗായ്സ്. നമ്മൾ കഴിക്കാൻ വരികയാണ്. തുറന്ന് പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് വീടെടുക്കാം. ആദ്യം തന്നെ അവൾ കഴിച്ച അഭിപ്രായം പറയട്ടെ, കൊള്ളാവോ ഇല്ലയോ. അപ്പോൾ സോസ് പൊട്ടിക്കുകയാണ് ഗായ്സ്. ഗേറ്റ് ഓപ്പൺ ആയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഗേറ്റിലോട്ട് പോവാണ്. അപ്പോൾ ഫ്ലൈറ്റിലൊക്കെ കയറാൻ പോവുകയാണ് നമ്മൾ. പിന്നെയും അവർ ബാക്കി നടന്നത് വരെ പപ്പായും ചേച്ചിയും ഫ്രണ്ടിലുണ്ട്. നമുക്കപ്പം അങ്ങോട്ട് കയറുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് എല്ലാവരോടും. അതുകൊണ്ട് അപ്പുറത്ത്
ഗൈസ് അവിടുത്തെ ഒരു ഇംഗ്ലീഷുകാരനെ കുഞ്ഞുടെ വന്നായിരുന്നു, അത് അങ്ങോട്ട് പോയി, അതിനെ വിളിച്ചിട്ട് അവർ പോയി. ഇവിടെ തുടങ്ങി നമ്മളിങ്ങനെ ഇവിടെ ക്യൂ നിൽക്കുകയാണ് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മളിനി അകത്തോട്ട് പോകും. कृपया ध्यान दीजिए, सभी अतिथियों से निवेदन है कि अपने बड़े बैग को सीट के ऊपर वाले सामान कक्ष में और छोटे बैग को सामने वाले सीट के नीचे रखें. ഗൈസ് ഞങ്ങൾക്ക് പൊങ്ങുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. പനിയായിട്ട് ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. അതാണ് സംഭവം. നമ്മൾക്ക് ഗ്രൗണ്ടിൻ്റെ കേക്കുണ്ട്, കോണുണ്ട്, ചോറ്, നോൺ വെജാണ് ഗൈസ്. ഞാൻ ആപ്പിൾ ജ്യൂസ്, ഇവിടെ പെപ്സി. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. ഈ ഗ്ലാസ്സെല്ലാം പൊടിയാണ് ഗൈസ്. എവിടെയെങ്കിലും കല്യാണത്തിന് പോയിരിക്കും, അല്ലെ സ്കൂളിൽ വിട്ടായിരിക്കും. അല്ല ഞാനങ്ങനെ അറിയുന്നത് അതിനകത്തെങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഗൈസ് ഇത് ഇതുവരെ അവരെടുത്തോണ്ട് പോയില്ല ഗൈസ്. ജിബി അവിടെ ചെന്നിട്ട് കാണും, അല്ലെങ്കിൽ ഇടയ്ക്ക് വല്ലതും കാണും. നമ്മൾ കോഫി ഓർഡർ ചെയ്തു, ടീ കോഫി വന്നായിരുന്നു. നമ്മൾ കോഫി ഓർഡർ ചെയ്തു. ഇത് അങ്ങോട്ട് ചേർക്കണം, ഇതും അങ്ങോട്ട് ചേർക്കണം ഗൈസ്. ഇത് മാറ്റി ഗൈസ്. തോട്ടത്ത് ഫ്ലൈറ്റാണ് ഗൈസ് പോകുന്നത്. പോയി
എല്ലാം ചെളിയാ. ഒരു ഫ്ലൈറ്റ് പോകുന്നത് കാഴ്ച സമയം കാണുന്നില്ല. ഇതുവഴി കാണുന്നില്ല. എന്ത് ഫ്ലൈറ്റ്? ഇതുവഴി മൊത്തം മൂടല്ല. പോകുന്നുണ്ടോ? വെയിൽ മൊത്തം മഞ്ഞ് പോലെ എന്തൊക്കെയോ നീന്തി നിറഞ്ഞ് നിൽക്കുകയാണെന്നാണ് എൻ്റെ ഒരു കളക്കളക്കള്. അത് നമ്മളിപ്പോൾ ഇന്ത്യയുടെ ബോർഡർ കടന്ന് എന്നാണ് എൻ്റെ ഒരു നിഗമനം പറ. അത് ഞാൻ കടന്നുമല്ല കയറി. ഈ ട്രൗസർ ഇടുന്നത് ചെളിയോ? ഇപ്പം ഇന്ത്യയിലെ സമയം 7:02 ഗൈസ്. ഇത് ഇന്ത്യയുടെ സമയം 7:02. ഇത് ദുബായിലാണ് ഗൈസ് 5:32. ഫ്ലൈറ്റ് പോയോ? പോയി ഫ്ലൈറ്റ്. ഗൈസ് ഞങ്ങൾ ചുമ്മാ ഇരുന്നപ്പോൾ ഈ ബുക്കെല്ലാം ഇരുന്ന് വായിക്കുമായിരുന്നു ഗൈസ്. സത്യമായിട്ടും. പിന്നെ കേക്ക് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ജിബി ഇവിടെ വാച്ച്, സ്മാർട്ട് വാച്ച് കേക്ക് കളിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. അഭിയായി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ജിബിയുടെ വാച്ചാണിത്. ജിബിയുടെ വാച്ചിലെ പ്രൊഫൈൽ കാണണോ ഗായ്സ് നിങ്ങൾക്ക്? ഓണൊക്കെ നിങ്ങൾക്ക് കാണുക ഗായ്സ്. ഞാനിപ്പോൾ കാണിക്കാം ഒരാളുടെ പ്രൊഫൈലൂടെ. ഇത് ജിബിയയുടെയാണ്. ജിബിയയുടെ പോട്ടെ. ചേച്ചിയുടെയാണിത്. ചേച്ചി കാണുന്നില്ല. ഇത് ചേച്ചിയുടെയാണ്. വലിയ സ്റ്റൈലാണെന്നാണ് വിചാരം. എൻ്റെ ഒരു പാവം. അയ്യോ പാവാണ്. ഇതല്ല, ഞാൻ മാറ്റാം. എന്താണ് എൻ്റെ പാവം. ഞങ്ങൾ 3 ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. എൻ്റെ അത് കുടിക്കുന്നതാണ്. ഇവിടെ ഒന്നും ക്ലിയർ അല്ല ഗായ്സ്. എന്താണ് ഇങ്ങനെ ഞങ്ങൾക്ക് അറിയത്തില്ല. ഇവിടെ ഇപ്പോൾ ഇരുണ്ടു ഗായ്സ്. ഈ ഫ്ലൈറ്റ് മൊത്തത്തിൽ ഇരുണ്ടു. കാരണം ഇപ്പോൾ ഇന്ത്യയുടെ ബോർഡർ കയറി. അപ്പോൾ ഇന്ത്യയിലിപ്പോൾ 7:04 സമയം. അതുകൊണ്ട് ഇവിടെ ഇച്ചിരി ഇരുണ്ടു. നമ്മൾ ഇറങ്ങുമ്പോൾ 8:15 ആകുമ്പോഴത്തേക്കാണ്. ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ ഒരു 8:30 ആവും. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന 8:15 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 8:15. എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ 9 മണിയാവും. എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തും. 4 മണിക്കൂർ എന്നുള്ളത് തന്നെ നമ്മുടെ റോഡൊക്കെ മുറിച്ചിട്ടേക്കുവാണ്. അപ്പോൾ ചിലപ്പോൾ 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ആവും. ചുമ്മാ അതൊക്കെ ശരിക്കും മുറിച്ചിട്ടുണ്ട്. അവൾ ചുമ്മാ പറയുക. എവിടെയൊക്കെയോ മുറിച്ച് കാണും എന്നൊക്കെയാണ് എനിക്ക് വിവരം കിട്ടിയത്. എനിക്കാണോ വിവരം കിട്ടാതിരിക്കാൻ ആൾക്കാരില്ലാത്തത്? ഇവിടെ ക്ലിയർ അല്ല. ഇപ്പം ക്ലിയർ ആയി. ജിബിയെ കണ്ട ഉറക്കപ്പിച്ചെന്ന് വന്നാളെ തൊപ്പി വെച്ചാൽ വെള്ളി നോക്കിയ നല്ല രസം. ഒത്തിരി മുട്ടിക്കട്ട ചെളി. ഇപ്പോൾ ഉറപ്പായി ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ അതായത് നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ 7:20 ഗായ്സ്. ഇന്ത്യയിലെ ടൈമാണോ? ആന്ന്. ഇവിടെ എന്ന് പറയുമ്പോൾ ഇനി തൊട്ട് ഇന്ത്യ എന്നായിരിക്കും. നിന്റെ മോൻ കാണുന്നില്ല. തല പറ്റിക്കും.
ഇറങ്ങാന്ന് പറഞ്ഞല്ലേ ലാൻഡിങ് ആവുന്നു. അപ്പോൾ ഇനി ഇറങ്ങാറൊക്കെ ആകുമ്പോൾ കാണിക്കാൻ ഗായ്സ്. അവിടുത്തെ വ്യൂ ഗൈസ്. ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നതിനെക്കാട്ടി പൊളിയാണ് ഗായ്സ്. അന്ന് അതേ സമയം നമ്മുടെ ഇവിടെ ഡാർക്കായി. അവിടെ സൺലൈറ്റ് ഇങ്ങനെ വീശി നടക്കുകയാണ്. അവിടെയാണ് ഇഷ്ടം രസം. പക്ഷെ നമുക്ക് കിട്ടിയ സീറ്റ് ഇതായി പോയി. എന്ത് ചെയ്യാൻ, അന്യയെ കാണുന്നില്ല ഗായ്സ്. ലൈറ്റ് ഇട്ടാൽ ബാക്കി ആർക്കെങ്കിലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഗായ്സ് ശരിക്കും ഇനി ലാൻഡ് ചെയ്യുമ്പോൾ കാണാം. ഇവിടെ ജിബിയ ഉണ്ട് ഗായ്സ്. കാണാവുന്നത് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. 3 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ഇവിടെ കാണുന്നത് ഫ്ലൈറ്റിൻ്റെ ലൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ. അത്രയ്ക്ക് ഇരുട്ടായി. പിന്നെ ഇവിടെ കുറേ നക്ഷത്രങ്ങളുണ്ട്, അതൊന്നും കാണുന്നില്ല ഗായ്സ്. താഴുകയാണ് ഫ്ലൈറ്റ്. ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ലാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് കുറേയൊക്കെ കാണാൻ തോന്നും. कृपया ध्यान दीजिए, कुछ ही देर में हमारा विमान नीचे उतरेगा। यदि आप चाहें तो इस समय शौचालय का उपयोग कर सकते हैं। सीट बेल्ट बांधने का संकेत शुरू होने पर शौचालय का उपयोग मना होगा। कुछ ही देर में हमारे क्रू क्लियरेंस के लिए कैबिन में आएंगे। अगर आप अपनी सीट के आसपास या सीट पॉकेट से चीजें फेंकना चाहें तो कृपया उन्हें हटाएं। धन्यवाद। May I have your attention, ഈ please? ജിബിയുടെ We shall തൊപ്പി be ഇടയ്ക്കിടയ്ക്ക് landing shortly. കളയുകയാണ് Should you wish guys. to use the lavatory, എൻ്റെ ബാഗ് please do എടുക്കട്ടെ. so now. The use of lavatories will not be permitted once the ലാൻഡ് seatbelt ചെയ്യാനുള്ള sign വീഡിയോ is ഇപ്പോൾ switched എടുക്കാത്തത് on. എടുത്ത് All crew കാണുന്നില്ല will be ഒന്നും. coming through the cabin shortly. Please check ഇവിടെ your നമുക്ക് seating തൂക്കി area ഇടാനുള്ള and ഓപ്ഷൻ seat pockets അപ്പം for നമ്മൾ any items ഇടാൻ that പോയതും you would താഴെ like to പോയി dispose of സീറ്റ് and ബെൽറ്റ് hand it to ഇട്ടേക്കാണ്. them. കൊണ്ട് കുനിയാനൊന്നും Thank പറ്റില്ല, you. പ്രായമൊക്കെ ആയി. ഒന്നും കാണുന്നില്ല ഗായ്സ്. Fill the forms, may contact the cabin crew. Thank you. ഇവിടെ ഇപ്പം നല്ലോണം ലൈറ്റ് വന്ന് ഗായ്സ്. ജിബിയെ കോട്ടൊക്കെ മാറി മറ്റേ കോട്ടിടുകയാണ് ഗായ്സ്. അപ്പായി അമ്മ ഇവിടെ ഇട്ടുണ്ട് ഗായ്സ്. കൂടെ ഒരു അങ്കിളും ഉണ്ട്. ഏതോ അങ്കിളും അല്ലേ അത് ഇവളുടെ മുടി കണ്ടാവും. വയസ്സാദിക്കത്തെ ഐസ് ഇല്ലേ, അവളെ പോലെ ഒന്നില്ല. മുടിയും അത്രേ ഉള്ളൂ, അത്ര ലുക്കൊന്നും ഇല്ല അവർക്ക് പ്രൊഫല്ല. ഗായ്സ്. നമ്മളെ മാത്രമേ കാണുന്നുള്ളൂ, ഇതിനെ വെളിയിലോട്ടൊന്നും കാണുന്നില്ല. അയ്യോ, ഒന്നും കാണുന്നില്ല ഗായ്സ്. നമ്മളെങ്ങനെ വീഡിയോ എടുക്കും? അവരോട് ലൈറ്റ് ഓഫ് ആക്കാൻ പറയും. ഫോൺ മാത്രമേ അതെ, ഫോൺ മാത്രമാണ് കാണുന്നത്. ഇനി നമ്മളിപ്പോഴെങ്കിലും ഫ്ലൈറ്റിൽ കയറത്തില്ല. അപ്പം ലാസ്റ്റ് ആയിട്ട് നമ്മളെല്ലാം നോക്കിയാണ്. ലൈറ്റ് ഓൺ ആവുന്ന കാണാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ എടുത്താണ് ഗായ്സ്. कृपया ध्यान दीजिए, अब हम लैंडिंग की तैयारी कर रहे हैं। कृपया अपनी सीट पर लौट जाएं और अपना सामान ऊपर बने सामान कक्ष में या सामने वाली सीट की അവിടെ മിന്നലൊക്കെ വെട്ടുന്ന ഇത് കൂടെ നോക്കാം. ഓ മൈ ഗോഡ്, ജിബിയെ കാണുന്നു മിന്നൽ. ഗായ്സ് മിന്നൽ. ആഹി നിങ്ങൾക്കതേ കാണുന്നുള്ളൂ. ലാൻഡ് ചെയ്ത് ഞങ്ങൾക്ക് കുറേ സ്ഥലമൊക്കെ കാണാൻ ലാൻഡ് ചെയ്ത് നിങ്ങൾക്കൊന്നും കാണാത്ത. അതൊക്കെ സ്ഥലങ്ങളാണ് ഗായ്സ്. നിങ്ങളെ കാണിക്കാൻ നോക്കി ഒന്നും കാണുന്നില്ല. കുറേ
കുറച്ചുകൂടെ താഴ്മ കാണാമെന്ന് തോന്നുന്നു ഗൈസ്. നാട്ടിൽ നല്ല മഴയാന്ന് തോന്നുന്നു. എന്തിരി നല്ലോണം താഴെയായി ഗായ്സ്. നമുക്കെല്ലാം കാണാം. ഗായ്സ് വണ്ടി പോകുന്നത് പോച്ച റോഡിൽ കൂടെ വണ്ടി പോകുന്ന കാണിച്ച് സീറ്റ് ബെൽറ്റ് മുട്ടല്ലേ അടങ്ങിയിരിക്കും അവിടെ. നമ്മൾ ഇപ്പം തന്നെ ലാൻഡ് ചെയ്യണം. തുറപ്പാണ്, കാരണം അത്രയും താഴെ എത്തിയിരിക്കും. എല്ലാം കാണാം. കണ്ടോ? സിബി എഴുന്നേറ്റിരിക്കുകയാണ് ഗായ്സ്. എനിക്ക് പനി തുടങ്ങിയ ചെറിയൊരു സംശയം, കാരണം ചേച്ചിക്ക് നല്ല പനിയാണ്. അവൾ എന്നെ പനി പിടിപ്പിച്ചു ഗായ്സ്. അവരാരും കാണത്തില്ല. ഓ ഇപ്പം എല്ലാം കാണാൻ ഇനിയും വേണം. വണ്ടി പോകുന്നത് എല്ലാം നമുക്ക് കാണാൻ ഗായ്സ്. ഇപ്പം നല്ലോണം തോന്നുന്നു. എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് കാണത്തില്ല. അതാണ് പ്രശ്നം. ഇതാണ് എൻ്റെ വിഷമം. ഓക്കെ, ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങ് കാണുന്നതാണ് ഗായ്സ്. അതാണ് എയർപോർട്ട്. ഏതാണ്? ഇതോ എത്തി. ഇതോ അതാ. ഇതല്ല, കുറച്ചുകൂടെ അങ്ങോട്ട്. ലാൻഡ് ചെയ്തു. ആ അത്രയും മുട്ടി ഗായ്സ്. ലാൻഡ് ചെയ്ത് ഗായ്സ്. നമ്മൾ കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. ഓ ഇറങ്ങുമ്പോൾ സൗണ്ടും സ്പീഡും പൊളിയാണ് ഗായ്സ്. പൊളിച്ചു ഗായ്സ്. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്ത് നമ്മൾ വായിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്കിളും അങ്കിളിൻ്റെ മോനും കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്ത് വെളിയിൽ നിൽക്കുന്നുണ്ടാവും. അവരകത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിലകത്ത് കയറാൻ അവർ വെളി നിൽക്കാൻ. निर्धारित समय से 20 मिनट पहले आगमन करते हुए खुशी है। कोच्चि अंतर्राष्ट्रीय हवाई अड्डे में आपका स्वागत है। यहाँ इस समय रात के 8:10 हुए हैं और बाहर का तापमान 28 डिग्री सेल्सियस है। सभी अतिथियों से निवेदन है कि सीट बेल्ट संकेत बंद किए जाने तक अपने निर्धारित सीट पर बैठे रहें और ऊपर बने सामान कक्ष न खोलें। ഇത് ഇന്റർനാഷണൽ കോച്ചിങ് എയർപോർട്ടാണ് നമ്മൾ കണ്ടത്. നമ്മൾ ടെർമിനൽ 1 തോന്നുന്നു. ഇവിടെ നല്ല ലൈറ്റാണ്, ഒന്നും കാണുന്നില്ല. ഈ ബസ്സിനാണ് പോകേണ്ട കാഴ്ച. നമ്മളെല്ലാവരും ബസ്സിന് പിടിച്ചേക്കുവാണ് കാഴ്ച. എയർപോർട്ടിൽ കയറിയിരിക്കുകയാണ് കാഴ്ച. ആനയൊക്കെ ഉണ്ടായിരുന്നു കാഴ്ച. ശരി കൊള്ളല്ല, ഡ്യൂപ്ലിക്കേറ്റ്. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ചെവിയെല്ലാം അടഞ്ഞിരിക്കുകയാണ്.
കുറച്ച് നമുക്ക് കാണാം ഗായ്സ്. ഇപ്പോൾ 2 ലഗേജ് കിട്ടി ഗായ്സ്. അതെ നമ്മൾ എത്തിയപ്പോഴാണ് പറഞ്ഞു തരുമോ? ആ അവിടെ ചെക്കിങ്ങുണ്ട്. ആണോ? പപ്പ അടുത്തതേ അഭിയോ വരും. നിങ്ങൾ കാണുക എൻ്റെ പേര്. ഇനി നമ്മുടെ അത്രയും ഒരു പെട്ടി അടുത്ത വരുന്നുണ്ട്. ഇത് നമ്മുടെയാണ് ഈ പെട്ടി. ജിബിയുടെ പേരാണ് ഗായ്സ്. അടുത്തത് നമ്മുടെ പപ്പ 25-ന്റെ ഇത് മാറ ഒന്നിച്ച് പിടിക്കാം. ചേച്ചിയുടെ പേരാണ് ഗായ്സ്. നമ്മുടെ ചേർന്ന് പിടിക്കുമ്പോ അപ്പം നമ്മൾ എല്ലാം പിടിച്ചു കഴിഞ്ഞു. എല്ലാം നമ്മുടെ പെട്ടി എത്തി ഗായ്സ്. നമ്മുടെ കഴിഞ്ഞ എന്നിട്ട് നമ്മൾ എൻട്രൻസിലേക്ക് പോവുകയാണ്. നമ്മൾ വെളിയിലോട്ട് ഇറങ്ങാൻ പോണേ. നമ്മൾ അവിടുന്ന് വണ്ടി കയറിയിരിക്കുകയാണ്. സനജൻ വിളിക്കാൻ വന്നു. കൂട്ടീപിനും ഉണ്ട് ഗൈസ്. ഇനിയും പോയി വല്ലതും കഴിക്കണം. അതെ ഗൈസ്, നമ്മളൊക്കെ ഇനി കഴിക്കാൻ പോവാണ്. ഇനി കഴിക്കാൻ കയറിയിട്ട് കാണാം ഗൈസ്. അപ്പം ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. പപ്പ ഫ്രണ്ട് കയറി സനജൻ വരുന്നതേ ഉള്ളൂ. ഗൈസ് നമുക്ക് ഇതിനകത്ത് വരട്ടെയാണ്. ഇവരിവിടെ ഇരിപ്പുണ്ട് ഗായ്സ്. അപ്പം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഫ്രൂട്ടൊന്നും എന്നോട് ചോദിക്കാൻ എനിക്ക് അറിയത്തില്ല. ഒന്നും ഇവരെ കാണിച്ചിട്ട് ബൈൻഡ് അപ്പ് ചെയ്യാം. അവൻ മടിയിലിരിക്കുകയാണ്. ഓക്കെ ഉണ്ട് ഗായ്സ്. റോക്കി എന്തി ഇതിനകത്തൊന്നും കാണത്തില്ല പറ്റി. ആ 2 കണ്ണുകൾ കണ്ടു, അതാണ് നമ്മുടെ റോക്കി. ദേ ഗായ്സ് പട്ടി ഇതിനകത്തുണ്ട്. റോക്കി നമ്മളപ്പോൾ കയറാൻ പോവുകയാണ്.